മുനമ്പം ജുഡീഷ്യൽ കമ്മീഷൻ നിയമനം റദ്ദാക്കിയതിനെതിരെ സർക്കാർ സമർപ്പിച്ച അപ്പീൽ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും എന്നുള്ളതാണ്. വിശദാംശങ്ങളുമായി അർച്ചന തന്നെയാണ് കൊച്ചിയിൽ നിന്ന് ചേരുന്നത്. കമ്മീഷന്റെ നിയമനം, ജുഡീഷ്യൽ കമ്മീഷന്റെ നിയമനം സിംഗിൾ ബെഞ്ചാണ് റദ്ദാക്കിയത് അല്ലേ അർച്ചന? അതിനെതിരെയാണ് സംസ്ഥാന സർക്കാർ അപ്പീലുമായി ഡിവിഷൻ ബെഞ്ചിലേക്ക് പോയത്. ഇന്ന് ആ കേസ് എടുക്കുന്നു അല്ലേ? തീർച്ചയായും ശരത്ത്, സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെയാണ് ഡിവിഷൻ ബെഞ്ചിൽ സർക്കാർ അപ്പീൽ സമർപ്പിച്ചിരിക്കുന്നത്. ഇന്ന് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് ഈ അപ്പീൽ പരിഗണിക്കുക. പ്രധാനമായും ഇതിൽ കോടതി കഴിഞ്ഞ ദിവസം ഇത് റദ്ദായിക്കൊണ്ട് ചൂണ്ടിക്കാണിച്ചത് ഇത്തരത്തിൽ വഖഫിൻ്റെ കീഴിലുള്ള ഒരു പ്രശ്നത്തിൽ എങ്ങനെയാണ് സർക്കാർ ഇടപെടുക എന്നതാണ് പ്രധാനമായും ചോദിച്ചത്. അതേസമയം തന്നെ ഇത്തരത്തിൽ കമ്മീഷനെ നിയമിക്കാനുള്ള സർക്കാരിൻ്റെ ഇത്തരത്തിലുള്ള തീരുമാനത്തെ യാതൊരു തരത്തിലും ചോദ്യം ചെയ്യാത്ത രീതിയിലായിരുന്നു കോടതിയുടെ നിലപാട്. അതുകൊണ്ട് തന്നെ കൃത്യമായി കാര്യങ്ങൾ വിശദീകരിക്കുക എന്താണ് ഇന്ന് സർക്കാർ ഈ അപ്പീലിലൂടെ എന്തായാലും നൽകിയിരിക്കുന്നത്. മാത്രമല്ല, ഇവിടുത്തെ മുനമ്പത്തെ താമസക്കാരുടെയും അവരുടെ പ്രശ്നങ്ങളും ആശങ്കകളും എല്ലാം തന്നെ ഇത്തരത്തിൽ പരിഗണിക്കുക, അവരുടെ ഈ പ്രശ്നങ്ങൾ, അതായത് അവകാശങ്ങൾ സംരക്ഷിക്കുക തുടങ്ങിയതിനൊക്കെ എങ്ങനെ പരിഹാരം കാണുമെന്ന വസ്തുതാപരമായ അന്വേഷണത്തിനാണ് സർക്കാർ ഈ കമ്മീഷനിലൂടെ ഉത്തരവിട്ടിരിക്കുന്നത്. മാത്രമല്ല, ഈ കമ്മീഷന്റെ പ്രധാന ചുമതലയും അതുതന്നെയാണ്. ഇവരുടെ അവകാശങ്ങൾ എങ്ങനെ സംരക്ഷിക്കാൻ കഴിയും, ഇതൊരു ജുഡീഷ്യൽ അന്വേഷണമല്ല എന്ന് സർക്കാർ തുടക്കം മുതൽ പറഞ്ഞിരുന്നു. അത് ഇന്ന് കൂടുതൽ കോടതിയെ ബോധിപ്പിക്കുക തന്നെയായിരിക്കും ചെയ്യുക ഈ അപ്പീലിലൂടെ. എന്തായാലും കഴിഞ്ഞ ദിവസം പ്രധാനമായും കോടതി ചൂണ്ടിക്കാണിച്ചത് ഇത്തരത്തിൽ വഖഫ് ട്രൈബ്യൂണലിന്റെ വിഷയത്തിൽ എങ്ങനെയാണ് സർക്കാരിന് ഇടപെടാൻ കഴിയുക എന്താണ്. എന്നാൽ അതിൽ കൃത്യമായി ഇത്തരത്തിൽ വിശദീകരണം നൽകുമെന്ന് മന്ത്രി അപ്പോൾ തന്നെ വ്യക്തമാക്കിയിരുന്നു. മാത്രമല്ല, ഈ റിപ്പോർട്ട് വിശദമായി പഠിച്ചതിന് ശേഷമാണ് ഈ അപ്പീൽ സമർപ്പിക്കുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ കൃത്യമായ കാര്യങ്ങൾ ഇതിലൂടെ, അതായത് എന്തൊക്കെയാണ് ഈ മുനമ്പത്തെ വിഷയവുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കാനുള്ളത്, അതെല്ലാം തന്നെ ഇന്ന് കോടതിയിൽ ഉന്നയിക്കും. ഇതുകൂടാതെ തന്നെ ഈ കമ്മീഷനുമായി ബന്ധപ്പെട്ട പല ആശങ്കകളും ആളുകൾക്കിടയിലുണ്ട്. ഇതിലെല്ലാം തന്നെ കൃത്യമായ വിശദീകരണം നേരത്തെ തന്നെ സർക്കാർ നൽകിയതാണ്. 3 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നായിരുന്നു പറഞ്ഞത്. ഇനി എങ്ങനെയായിരിക്കും ഈ കമ്മീഷന്റെ പ്രവർത്തനം എന്നടക്കമുള്ള കാര്യങ്ങൾ ഇന്നത്തെ ഈ അപ്പീൽ പരിഗണിച്ച ശേഷമായിരിക്കും എന്തായാലും വ്യക്തമാവുക. എന്തായാലും കൃത്യമായി പറയുന്നത് കമ്മീഷൻ നിയമിക്കാൻ സർക്കാരിന് അധികാരമുണ്ട്. അതേസമയം തന്നെ വഖഫിൻ്റെ കീഴിലുള്ള ഒരു വിഷയത്തിൽ എങ്ങനെയാണ് ഇത്തരത്തിൽ സ്വയം ഒരു കമ്മീഷൻ നിയമിക്കുക എന്നതാണ് പ്രധാനമായും കോടതി ചോദിച്ചത്. അതിനുള്ള വിശദീകരണമാണ് ഈ അപ്പീലിലൂടെ എന്തായാലും സർക്കാർ മുന്നോട്ട് വെക്കുന്നത്. മാത്രമല്ല, ഈ വഖഫ് സംരക്ഷണ വേദിയാണ് ഇത്തരത്തിൽ ഈ കോടതിയെ സമീപിക്കുകയും ഇത്തരത്തിൽ ഈ കമ്മീഷനെ നിയമിച്ചതിനെ ചോദ്യം ചെയ്ത് കോടതിയെ സമീപിച്ചത്. ഈ ഉത്തരവിനെതിരെയാണ് ഈ നിയമനം റദ്ദാക്കിക്കൊണ്ടുള്ള കോടതിയുടെ ഉത്തരവുണ്ടായിരുന്നത്. ഇപ്പോൾ അർച്ചന സൂചിപ്പിച്ച പോലെ സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ സംസ്ഥാന സർക്കാരിന് കൃത്യമായ നിലപാടുണ്ട്. ഇക്കാര്യത്തിൽ എന്തുകൊണ്ട് ഒരു സർക്കാർ, ജനാധിപത്യ സർക്കാർ ഇടപെടണം? കാരണം അവിടെ താമസിക്കുന്ന ആളുകൾ അവരുടെ ഭാവിയെ സംബന്ധിച്ച്, അവരുടെ സ്വത്തിനെ സംബന്ധിച്ച്, അവിടെ കഴിയാനുള്ള അവരുടെ അവകാശത്തെ സംബന്ധിച്ചൊക്കെ വലിയ ആശങ്ക അവർക്കുള്ളപ്പോൾ അതിലിടപെടാൻ ഒരു ജനാധിപത്യ സർക്കാരിനെ സംബന്ധിച്ച് വലിയ ഉത്തരവാദിത്വമുണ്ട്. അവിടെ വസ്തുതകൾ അന്വേഷിക്കാനുള്ള ഒരു ഉത്തരവാദിത്തമാണ് അവരെ ആ കമ്മീഷനെ ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. അതൊരു ജുഡീഷ്യൽ കമ്മീഷൻ എന്ന് പറയുമ്പോഴും ആ ജുഡീഷ്യൽ കമ്മീഷൻ്റെ നിർവചനങ്ങൾക്കപ്പുറം സംസ്ഥാന സർക്കാർ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് തന്നെയാണ് ഇന്ന് ഡിവിഷൻ ബെഞ്ചിനെ അറിയിക്കാൻ പോകുന്നത്. ഈ അപ്പീൽ ആ നിലയിലാണ് അതിൻ്റെ ഗൗരവം, അതിൻ്റെ പ്രസക്തി അവിടെയാണ്. അർച്ചനാണ് ഇക്കാര്യങ്ങൾ വിശദമായി സൂചിപ്പിച്ചത്.